പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? 2022-ൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചിരുന്നു അത്രേ. അതിനൊരു നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് തന്റെ സർക്കാർ ചെയ്തതത്രേ. ഇതാണ് ഇന്നലെ നിയമസഭയിൽ സതീശൻ പറഞ്ഞത്. മെയ് 18-ാം തീയതിയാണല്ലോ സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മെയ് 21-ാം തീയതി, അതായത് അധികാരമേറ്റ് 3-ാമത്തെ നാൾ, നികുതി ഇളവിനുള്ള നീക്കം ആരംഭിച്ചു എന്നാണ് എം പി രാജേഷ് രേഖകൾ വെച്ച് പറഞ്ഞിരിക്കുന്നത്. മെയ് 21-ന് വൈകിട്ട് 3:59-ന് ഫയൽ നീക്കം ആരംഭിച്ചു. അത് പല സെക്രട്ടറിമാരുടെ കൈകളിലൂടെ കടന്ന് 6:33-ന്, അതായത് കേവലം 2.5 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തി. ഇതിനെയാണ് കേട്ടോ ശരവേഗം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഫയൽ മെയ് 21-ന് കയ്യിൽ വന്നെങ്കിലും അതിൽ തീരുമാനമെടുത്തത് ജൂൺ 14-ാം തീയതിയായിരുന്നു. അതായത് 24 ദിവസങ്ങൾക്ക് ശേഷമാണ് തീരുമാനമുണ്ടായത്. അപ്പോൾ സതീശൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാത്രി തീരുമാനിച്ച കാര്യമൊന്നുമല്ല ഇത്. ഇത് വസ്തുതയാണ് കേട്ടോ. അപ്പോൾ 24 ദിവസം ഉണ്ടായിരുന്നല്ലോ, പാർട്ടിയിൽ ആലോചിക്കാമായിരുന്നല്ലോ, മുന്നണിയിൽ ആലോചിക്കാമായിരുന്നല്ലോ. അങ്ങനെ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഈ വിവാദമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പക്ഷേ സതീശൻ അറിയാം, പാർട്ടിയിലോ മുന്നണിയിലോ പറഞ്ഞാൽ ഇത് നടക്കില്ല. ഇപ്പോഴത്തെ എതിർപ്പുകൾ അതാണല്ലോ വ്യക്തമാക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് നിയമമായി മാറുകയാണ് ചെയ്യുക. നിയമത്തിന് മുന്നിലല്ല കേട്ടോ ഒരു നയവും. അത്ര വരെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് സതീശൻ. പക്ഷേ പഴിയെല്ലാം കഴിഞ്ഞ സർക്കാരിനാണ്. അതാണ് വിചിത്രമായ കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാർ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം, എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത്? അവർ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തു എന്ന കാര്യം സത്യമാണ്. അത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നത് വസ്തുതയാണ്. അത് സംബന്ധിച്ച് 2023 ജനുവരി 6-ന് പിണറായി സർക്കാർ ഒരു വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 5 ദിവസങ്ങൾക്ക് ശേഷം ആ പദ്ധതി ഗസറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്രകാരം ചർച്ചകൾക്ക് ശേഷം ഓപ്പണായിട്ടാണ് തീരുമാനമെടുത്തതും പ്രഖ്യാപിച്ചതും. ഉടൻ തന്നെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള അപേക്ഷകളും വന്നു. ബെക്കാഡി കമ്പനി തന്നെയാണ് അപേക്ഷ സമർപ്പിച്ചത്. അവരുടെ ആവശ്യം എന്തായിരുന്നു? നികുതി കുറയ്ക്കണമെന്നതായിരുന്നു. ആ തീരുമാനം LDF സർക്കാർ എടുത്തിട്ടില്ല എന്നാണ് മറുപടി. പിന്നെയും സർക്കാർ തുടരുകയാണ്. 2026-ലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ 3 വർഷവും 5 മാസവും ആ ഫയൽ അനങ്ങിയിട്ടില്ല. ബെക്കാഡിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിക്ക് വേണ്ടിയോ കഴിഞ്ഞ പിണറായി സർക്കാർ നികുതിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത് തന്നെയാണ് വസ്തുത. അപ്പോൾ പിന്നെ വി.ഡി. സതീശൻ എന്തായിരുന്നു തിടുക്കമെന്ന് പറയുന്നത്? ധനപരമായ ഉത്തരവാദിത്വം എന്നാണ് കേട്ടോ സതീശന്റെ വിശദീകരണം. 2023-ൽ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്ത പിണറായി സർക്കാരില്ലാത്ത എന്ത് ഉത്തരവാദിത്വവും സമ്മർദ്ദവുമാണ് 1 മാസം മുമ്പ് മാത്രം അധികാരത്തിൽ വന്ന UDF സർക്കാരിനുള്ളത്? അതിന് മറുപടിയില്ല എന്നുള്ളതാണ് വസ്തുത. മറിച്ച് എല്ലാറ്റിനും കഴിഞ്ഞ സർക്കാരിനെ അങ്ങ് പഴി പറയുകയാണ്. കുറ്റം കഴിഞ്ഞ സർക്കാരിൽ ചാരിയിട്ട് രക്ഷപ്പെടാനാണ് സതീശനും മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.